ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെ സംശയം വെച്ച് പോയാൽ അത് അപകടോ? അവസാനം ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. എന്ത്? അപ്പോ എന്റെ മനസ്സിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നേ? അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ? മാഡം, നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരിയാ. എന്നെ ഭരിക്കാൻ ശ്രമിക്കണ്ട, കേട്ടല്ലോ? കാണിക്കടി. അങ്ങോട്ട് കാണിക്കടി. അങ്ങോട്ട് കാണിക്കാനല്ലേ പറഞ്ഞ? മൂലയിലേക്ക് കാണിക്ക. ഇപ്പൊ വിശ്വാസമായോ ഗാഥയ്ക്ക്? ഇപ്പൊ തൽക്കാലം നിന്റെ മുറിയിൽ ആരുമില്ലെന്ന് ബോധ്യായി എന്ന് കരുതി രാത്രിയിൽ എങ്ങോട്ട് എഴുന്നേറ്റ് പോവണ്ട. പറഞ്ഞത് മനസ്സിലായോ? കിടന്നോ. എന്താ ഗാഥ മാഡം ഇതൊക്കെ? എനിക്ക് അവളെ വിശ്വാസമില്ല. വ്രതത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലേ അവളെ സൂക്ഷിക്കണം. ആ തള്ളയുടെ മോളല്ലേ, അവരുടെ ശീലം ഇവൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിലോ? ഇങ്ങനെ സംശയം വെച്ച് പോയാൽ അത് അപകടോ? അവസാനം ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. എന്ത്? അപ്പോ എന്റെ മനസ്സിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നേ? അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ? മാഡം, നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരിയാ. എന്നെ ഭരിക്കാൻ ശ്രമിക്കണ്ട, കേട്ടല്ലോ? അയ്യോ നവീൻ, അയ്യോ ഈശ്വര, നവീൻ സുഖമില്ലാതെ കിടക്കാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കാണോ? അയ്യോ നവീൻ, നവീൻ നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? വേണ്ടടോ, ഞാൻ മരുന്ന് കഴിച്ചു. അയ്യോ, ദേ ഈ വെള്ളം കുടിച്ചേ. വല്ലാത്ത ക്ഷീണം. മരുന്ന് കഴിച്ചു എന്നല്ലേ പറഞ്ഞേ? നന്നായിട്ടൊന്ന് ഉറങ്ങിയാലേ മാറിക്കോളും. രാവിലെ കുറവില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണം, കേട്ടോ? പോ, ഞാൻ കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം.
അയ്യോ നവീൻ, ഗാഥ 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 നവീൻ, താൻ ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ പനിയൊട്ടും കുറവില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പനി കുറഞ്ഞു. തൊട്ടു നോക്ക്. ഭഗവാൻ കാത്തു, കുഴപ്പമൊന്നുമില്ല. ഭഗവാനല്ലല്ലോ, താനല്ലേ കാത്തത്, താനല്ലേ കാവലിരുന്ന്. എടോ, മുൻപൊക്കെ ഞാൻ അനുസരിക്കുന്നത് അമ്മയെ മാത്രമായിരുന്നു. എനിക്ക് വയ്യാതായാല് അമ്മ കുറെ നേരം എൻ്റെ അടുത്ത് വന്നിരിക്കും, എൻ്റെ തലയൊക്കെ മസാജ് ചെയ്ത് തരും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയെ പറഞ്ഞുവിടും. സത്യം പറഞ്ഞ എനിക്ക് സ്നേഹം, അതിൻ്റെ വില, അതിൻ്റെ കടപ്പാട്, അതൊന്നും എനിക്ക് തിരിച്ചറിയില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ചത് എൻ്റെ ബിസിനസ്സും പണവും മാത്രം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരുത്താണ് താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എടോ, സിത്താര ശ്രീനിവാസന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അതെൻ്റെ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് തനിക്ക് വന്ന മാറ്റമുണ്ടല്ലോ, പ്രത്യേകിച്ച് കളരിക്കലേക്ക് എത്തിയ ഈ ഗാഥ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു.